കണ്ണൂർ എന്നാൽ അക്രമമെന്ന പൊതുബോധത്തിന് നന്മയുടെ പാതയിൽ മറുപടി നൽകുകയാണ് മലപ്പട്ടം എന്ന പാർട്ടി ഗ്രാമം. നാട്ടിലെ ഏക സർക്കാർ സ്കൂളിനെ കൈപിടിച്ചുയർത്താൻ സ്വന്തം ആഭരണങ്ങൾ വരെ ഊരി നൽകിയ ഇന്നാട്ടിലെ കുട്ടികളും നാട്ടുകാരും ഇന്ന് ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. CPIM എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ പേരിൽ മുമ്പ് വാർത്തകളിൽ ഇടം പിടിച്ച പഞ്ചായത്താണ് മലപ്പട്ടം. ഇന്ന് മലപ്പട്ടം അറിയപ്പെടുന്നത് ഈ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പേരിലാണ്. വിദ്യാലയത്തിന്റെ നവീകരണത്തിനായുള്ള നെട്ടോട്ടത്തിലാണ് ഈ ഗ്രാമം ഇപ്പോൾ. ഇതിനുള്ള ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായി സ്വന്തം സ്വർണ്ണമാല വിദ്യാഭ്യാസ മന്ത്രിക്ക് പൊതുവേദിയിൽ വെച്ച് കൈമാറിയ വിദ്യാർത്ഥിയുടെ വാർത്ത നവമാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോൾ സജീവ ചർച്ചയാണ്. വേദിയിൽ ആനന്ദാശ്രു പൊഴിച്ച സ്ഥലം MLA ജെയിംസ് മാത്യുവിന്റെ ദൃശ്യങ്ങളും ആർക്കും എളുപ്പത്തിൽ മറക്കാൻ സാധിക്കില്ല. പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിനുള്ള ഉത്തമ മാതൃകയായി ഇതിനെ ഏവരും അംഗീകരിക്കുകയും ചെയ്തു. സഹവർത്തിത്വത്തിന്റെ പാഠങ്ങൾ അറിയാവുന്നവരാണ് ഈ വിദ്യാലയത്തിലെ ഓരോ കുട്ടികളും. അതുകൊണ്ട് തന്നെയാണ് വിദ്യാലയ വികസനത്തിന് സ്വന്തം ആഭരണങ്ങൾ നൽകാൻ ഇവർ തയ്യാറായത്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ PTB ബാലശാസ്ത്ര പരീക്ഷയുടെ സംസ്ഥാന തലത്തിൽ എനിക്കൊരു 1ാം സമ്മാനം നേടുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി എനിക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചിരുന്നു. എൻ്റെ വിദ്യാലയം ഹൈടെക്കായി മാറിയിട്ട് എനിക്ക് കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ എൻ്റെ സ്വർണ്ണ മെഡൽ സ്കൂളിന് വേണ്ടി സമർപ്പിച്ചത്. ഗ്രാമത്തിന്റെ വിദ്യാലയം വികസിപ്പിക്കുന്ന കാര്യത്തിൽ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ്. 1 മാസത്തിനുള്ളിൽ 1 കോടി രൂപ സമാഹരിക്കുകയെന്ന ശ്രമകരമായ ദൗത്യം ഇവർ നെഞ്ചേറ്റി കഴിഞ്ഞു. ആധുനിക കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ, കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ, ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ, ഇതൊക്കെ അതാത് ക്ലാസ് റൂമിൽ ഇരുന്നു കൊണ്ട് കിട്ടുന്ന ഹൈടെക് ക്ലാസ് മുറികളുള്ള വളരെ ഭംഗിയുള്ള മനോഹരമായ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു സ്കൂൾ നമുക്ക് തീർച്ചയായിട്ടും വേണം. അതിനു വേണ്ടിയുള്ള എല്ലാ ശ്രമവും നമ്മുടെ നാട്ടുകാരിൽ നിന്നും, രക്ഷിതാക്കളിൽ നിന്നും, അധ്യാപകരിൽ നിന്നും, പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും, ഈ സ്വയം സഹായ സംഘങ്ങളിൽ നിന്നും, അതുപോലെ വിദ്യാർത്ഥികളിൽ നിന്നും ഒക്കെ നമുക്ക് കിട്ടും. രാജ്യത്തിന് തന്നെ മാതൃകയാണ് കണ്ണൂരിൽ നിന്നുള്ള ഈ നല്ല സന്ദേശം. കണ്ണൂർ എന്ന് കേട്ടാൽ അക്രമത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരോട് സ്നേഹമുള്ളവരാണ് കണ്ണൂരുകാർ. ആ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതിഫലനമാണ് നാം ഇപ്പോൾ കണ്ടതും കേട്ടതും. ക്യാമറാമാൻ ലിമേഷ് ചെറുപഴിക്കൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ, കണ്ണൂർ.